So what do you think? അതായത് അജു വർഗീസ് ഇപ്പോ അജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിവിന്റെ ഫിലിമാണ് നേരം. പക്ഷെ ഞാൻ ചോദിക്കാൻ പോണ അജു വർഗീസിന്റെ നേരം തെളിഞ്ഞോ? എനിക്ക് അവസരങ്ങൾ വരുന്നുണ്ട് കൂടി. അതാണോ നേരം തെളിഞ്ഞു ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ അവസരങ്ങൾ വരുന്നുണ്ട്. അതിന് മുമ്പ് എനിക്ക് അജു വർഗീസ് എന്താണെന്നറിയോ? ചിഞ്ചു മഞ്ജു എന്തെങ്കിലും അജുന്റെ മാനറിസം. അജു തട്ടത്തിന് മരത്തിൽ കാണുന്ന അജു അല്ല. യു വെരി സീരിയസ് ആണോ? നോ അല്ല അല്ല അല്ലല്ല, ഈ ക്യാമറ വന്നു കഴിയുമ്പോൾ ഒരു സീരിയസ്നെസ് വരുന്നതാണ്. കോഫി ടീ? ബ്ലാക്ക് കോഫി. ബ്ലാക്ക് കോഫി ഇങ്ങനെ വിളിക്കണം. ബ്ലാക്ക് കോഫി എന്ന് വിളിക്കും. വരും ബ്ലാക്ക് കോഫി അങ്ങനെയാണോ? അജുന് ഞാനൊരു ചെറിയൊരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വൈറ്റ് ബോർഡ് ഉണ്ട്. ആ വൈറ്റ് ബോർഡിൽ ഞാൻ പറയുന്ന ചിത്രം അജു വരയ്ക്കണം. അതെ, കാപ്പി കുടി. ആറ് ക്ലബ് FM കാർഡ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൽ ഒരു കാർഡ് അജു സെലക്ട് ചെയ്യണം. അതിന് ഇതിനകത്ത് ഓരോന്നും എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇതിനെ കുറിച്ചൊരു കഥ പറയാം. റെഡി? ഇല്ല ബിസ്ക്കറ്റ് കഴി. എന്താ ഇവിടെ വെക്കാം, എനിക്ക് അത് എടുക്കാൻ തോന്നുന്നു. ഇഷ്ടമുള്ളൊരു കാർഡ് എടുക്കാം. ഇഷ്ടമുള്ളൊരു കാർഡ് എടുക്കാം. ഓ ഷട്ടാ. എന്തായിരുന്നു കാർഡില്? കാർഡിലോ ഫസ്റ്റ് ലവ് സീരീസ്. Your story. 3, 2, 1 start. ഫസ്റ്റ് ലവ് സീരീസ് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ എനിക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അന്യ മതക്കാരിയായിരുന്നു. അത് കാരണം അത് നടന്നില്ല. അന്യം റസൂലും പോലെയായിരുന്നു. പക്ഷെ നടന്നില്ല. ട്രാജഡി ഒന്നും അല്ല, അത്രേ ഉള്ളൂ. കോളേജ് കഴിഞ്ഞിട്ട് ഒരു പരിധി വരെ ആയിരുന്നു. നീ സീരിയസ് എന്ന് പറഞ്ഞാലും ഭയങ്കരമായൊരു അല്ല, എനിക്ക് സീരിയസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഭയങ്കരമായൊരു ദൃഢമായ ബന്ധമൊന്നും ആയില്ല. അതിനുള്ള സമയം കിട്ടിയില്ല. ഈ ഒരു അഫയറിനെ കുറിച്ച് പറയാനുള്ളൂ. ആ പെൺകുട്ടി കാണുന്നുണ്ടെങ്കിൽ എന്താ പറയാ? ടു ദ ക്യാമറ കാണുവാണെങ്കിൽ ഞാൻ എന്താ ഇപ്പൊ പറയാ, ഞങ്ങൾ ഇടയ്ക്ക് മെയിലൊക്കെ ചെയ്യണം. അല്ല, ഞാൻ പറഞ്ഞ ഫ്രണ്ടാ. ഇല്ല, എന്റെ ഫ്രണ്ട്. ഒരു സൂം പ്ലീസ് എന്റെ കണ്ണിലോട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗംഭീര കരച്ചിലുണ്ട്, തകർന്നു ഞാൻ പറയുന്നത് കേട്ടു. സൂപ്പർ. എന്തായാലും അജുവിന്റെ ഫസ്റ്റ് ലവ് പൊട്ടി എന്നാണ് അജു പറയുന്നത്. ഐ മീൻ ഫസ്റ്റ് സീരിയസ് ലവ് പൊട്ടി. യെസ്. വിനോദായില്ല. അജു ഒരു കിളി വരയ്ക്കണം. കിളി ഇതൊക്കെ പറവകളാണ്, മനസ്സിലായോ? കിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര കിളിയല്ലേ? ഇതാണ് അജു വരച്ച കിളി. ഇനി അജുവിന്റെ ലൈഫിൽ കടന്നു പോയിട്ടുള്ള ഒരു 3-4 കിളികളുടെ പേര് എഴുതണം. ശാരദ, ഓക്കെ. മീനാക്ഷി. ബി ട്രൂ ടു യുവർ സെൽഫ്. ടോപ്പ്. അജുവിന്റെ ലൈഫിൽ പോയിട്ടുള്ള ചിഞ്ചു. റിയൽ ലൈഫിൽ അജുവിനെ കണ്ടിട്ട് എത്ര പേര് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്? സിനിമയിൽ കണ്ട അജുനെ, കുട്ടുനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ അതോടെ ഒരു തീരുമാനം എടുത്തു. റിയൽ ലൈഫിൽ എന്നെ കാണുമ്പം കുറെ പേര് ഇപ്പൊ ഇന്നും കൂടെ ഒരു കുട്ടിയോട് ചോദിച്ചു എന്താ ചോദിക്കാൻ, കാരണം അയ്യോ ഇത്ര പൊക്കമുള്ളോ? അപ്പൊ ഞാൻ പറഞ്ഞു ജീവിതത്തിൽ ഈ നമുക്ക് ഈ സിനിമയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ നടക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ കാരണം ഏതെങ്കിലും ഫംഗ്ഷൻ പൊക്കമുള്ളൂ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, അതായത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചാനൽ പരിപാടിക്ക് ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഞാനിപ്പം ടച്ച് ചെയ്യുന്ന പരിപാടി നിർത്തി. ഇത്ര കളറേ ഉള്ളായിരുന്നോ? നമ്മൾ സിനിമയിൽ നിറന്ന് ഇത്ര കളറേ ഉള്ളായിരുന്നു. സിനിമയിൽ മേക്കപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് കാരണം ഞാനിപ്പം മുടിയെ കുറിച്ച് ചോദിക്കില്ലേ, ഇത് വിഗ് ആണോ? അത് ഇതുവരെ ചോദിച്ചു. കഷണ്ടി ഉണ്ട്. അത് അവർക്ക് അറിയാതിരിക്കും.
ഈ ആ പേടി പോയി ഫഹദിക്ക വന്നോടെ. അജുന്റെ ഏപ്പടം എക്സ്പീരിയൻസസ് ആണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. പിന്നെ അന്ന് കാസറ്റ് കാസറ്റ് ഉണ്ട്. എങ്ങനെ കാസറ്റില്ല, അന്ന് VCD ഉണ്ടല്ലേ. VCD എന്റെ അടുത്ത് എന്തിനു ചോദിക്കണ്? നമ്മളന്ന് ഹലോ നമ്മള് കണ്ട കഥ രാജു ഒറ്റയ്ക്ക് കണ്ട കഥ. ഞാൻ കണ്ടെടുക്കും, ഫ്രണ്ട്സിനൊപ്പം കണ്ടു. എന്താണ് ആദ്യത്തെ ഏപ്പടം സ്റ്റോറി അജുന്റെ? അങ്ങനെയൊന്നും അറിയില്ല, അതൊക്കെ ഇതിന്റെയൊക്കെ വലിയ സ്റ്റോറി ഉണ്ട്. കിളിപോയിൽ അഭിനയിച്ചു, ഏപ്പടമായി. അത് കഴിഞ്ഞിട്ട് തുണ്ടുപടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. ഇങ്ങനത്തെ സിനിമാ പേരുകളിലൊക്കെ അഭിനയിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടം എന്താ? ഇപ്പൊ സക്രിയയുടെ ഗർഭിണികളായി. ഓ അത് ശരി. തുണ്ടുപടം നമ്മൾ നെയിം ഒരു ക്യാച്ച് ആവാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ഇട്ടതാ, ഡയറക്ടറും ഞാനും കൂടെ. ഏപ്പടം എന്നായിരുന്നു ആദ്യം ഇടായിരുന്നത്. അപ്പോൾ ഒരു വേറെ ഷോർട്ട് ഫിലിം വന്നു അങ്ങനെ. അപ്പോൾ അത് കാരണം അത് വിട്ടു, ഇങ്ങനെ ആക്കി. അത് ക്യാച്ചി നെയിമിന് വേണ്ടി തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അതിലൊരു കണ്ടന്റും ഇല്ല. ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മദ്രാസിൽ വിനീതിന്റെ ബാച്ച്മേറ്റ് ആയിരുന്നില്ല അജു വർഗീസ് എങ്കിൽ സിനിമയിൽ വരില്ല. ഇല്ല, യാതൊരു കാരണവശാലും ഒരു ചാൻസും ഇല്ല. വിധി വരത്തില്ലാന്ന് പറയാൻ പറ്റില്ല. ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അത് ജെന്യുവിനായിരുന്നെങ്കിൽ വന്നേനെ. പക്ഷേ ഈ പറയുന്ന പോലെ എളുപ്പമൊന്നും ആയിരിക്കില്ല. ഇതിപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ അറിയാവുന്ന ഒരാൾ ഉണ്ടായിരുന്നു, അയാളൊരു സിനിമ എടുക്കാൻ പോണു. കുറച്ചും കൂടെ നമുക്ക് ഈ ചാൻസ് ചോദിച്ച് നടക്കേണ്ടി. അത് കഴിഞ്ഞിട്ട് യെസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള രഞ്ജിത്ത് സാർ, ലാൽജു സാർ, റോഷൻ സാർ, അൻവറിക്ക. പിന്നെയുണ്ട് പെട്ടെന്ന് ഞാനിപ്പം എങ്ങനെയാ ചോദിക്കാ മടി തോന്നിയിട്ടുണ്ടോ? എന്തിനാ, ഞാൻ ഇന്ന സിനിമയിൽ ഭാഗമായിട്ടുള്ള ഒരാളാണ്. താങ്കളുടെ അടുത്ത സിനിമയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന സിനിമയിലോ എന്തെങ്കിലും കഥാപാത്രം നമുക്ക് അനുയോജ്യമായി ഉണ്ടെങ്കിൽ തരുമോ ചോദിച്ചാൽ എന്താ കാര്യമായിട്ട്. ലെറ്റ് മീ ആസ്ക് യു, അജുന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പിന്നെ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്ന് ഒരു തട്ടത്തിൽ വരെ വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല ഷാനെ, എനിക്ക് ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഇത് പോകുന്നതിൽ. എനിക്കൊരിക്കലും ഒരു ഓവർനൈറ്റ് സക്സസ് വേണ്ട. ഞാൻ ആ നിവിന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഇപ്പോൾ കോടമ്പാക്കത്ത് പോയി പൈപ്പ് വെള്ളം കുടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പോകുന്ന ആ സ്റ്റേജസ് നമ്മുടെ മുമ്പേ പോയത് പോവല്ലേ മതി. ഇടയ്ക്ക് ഒരെണ്ണമൊക്കെ ഒന്നോ രണ്ടൊക്കെ പൊട്ടി, അല്ലെങ്കിൽ ആവറേജ് മീഡിയം ഒക്കെ റെസ്പോൺസ് കിട്ടി, ഇടയ്ക്ക് ഒരെണ്ണം ഓടി, എനിക്കത് മതി. Name? Aju Varghese. Age? 28. Date of birth? 11/1/1985. Height? 5'4"ന്റെയും 5'5"ന്റെയും ഇടയ്ക്ക്. ഫേസ്ബുക്ക് അതിന് കണ്ടുപിടിച്ച ഒരു വഴി. പൊക്കം കൂടുതൽ സച്ചിനോ അജുനോ? സച്ചിൻ. ആണോ? പിന്നെ ആയിരിക്കുമല്ലോ. സ്റ്റേറ്റസ് സിംഗിൾ, കോംപ്ലിക്കേറ്റഡ്? സിംഗിൾ. കോംപ്ലിക്കേറ്റഡ് ആയിരുന്നോ എപ്പോഴെങ്കിലും? ഒരിക്കലും അല്ല. ഇപ്പൊ റെഡി ടു മിംഗിൾ ആണോ? അപ്പൊ 2013 അജുവിന്റെ കിളി പോകാൻ ചാൻസ് ഉണ്ട്. കേട്ടാൻ പോകുന്ന കുട്ടിയോട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ? നമ്മൾ ചെയ്യുന്ന ജോലി മനസ്സിലാക്കണം, അതിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് ഉറപ്പുണ്ടോ? അതായത് അതിന്റെ ഡേഞ്ചർ വശം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അങ്ങനെ ഒരു മുത്തം കൊടുക്കുന്ന സീനുണ്ട് എന്നുള്ളതല്ല, അതും തീർച്ചയായിട്ടും പറയണമല്ലോ. പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. മലയാളത്തിലെ ഏറ്റവും മനോഹരമായ വാക്ക് പക്ഷേ എന്താ? എപ്പോഴും നമുക്കതൊരു ഒരു നമ്മളെ രക്ഷപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ അത് ഞാൻ മറന്നുപോയി, പക്ഷേ ആളിയെ ഞാൻ വിട്ടുപോയി. പക്ഷേ എത്ര പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? 3 പേരെ. അതെയോ? എത്ര പെൺകുട്ടികളെ ചുംബിച്ചിട്ടുണ്ട്? ഞാൻ 2 പേരെ. സീരിയസ്ലി? ഫഹദ് ഫാസിൽ ചുംബനാണോ? അല്ല. ഫഹദിക്ക ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഫഹദിക്ക. ഐ ആം സോറി. ആ കൈൻഡ് ഓഫ് ചുംബനം സ്ക്രീനിൽ വരാണെങ്കിൽ അജു റെഡിയാണോ? അല്ല, ഞാൻ കംഫർട്ടബിൾ അല്ല. അജു വർഗീസിന്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൊട്ടേഷൻ ഷാറുഖ് ഖാന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു NDTV-യിൽ, വളരെ പണ്ട് 2006-07 ഞാൻ കണ്ടത്. വൺ ഡേ വിത്ത് ഷാറുഖ് ഖാൻ. പുള്ളി രാവിലെ കുറച്ച് നേരം ഉറങ്ങും, 3-4 മണിക്കൂർ. രാവിലെ പുള്ളി ഓരോ ദിവസവും പല്ല് തേക്കുന്നത് പോലും, അതാണ് പുള്ളിയുടെ ലാസ്റ്റ് പല്ല് തേക്കൽ. അതായത് നാളെ ഇനി പല്ലേക്കാൻ അവസരമില്ല, അതുപോലെയാണ് അതുപോലും ചെയ്യുന്നത്. അപ്പോൾ അതായത് എന്ത് ചെയ്യുമ്പോഴും ഞാനതിപ്പം നമ്മളുടെ താരങ്ങളിലൊക്കെ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെയാണെന്ന് ഞാനിപ്പോൾ സെറ്റിലൊക്കെ പോകുമ്പോൾ അറിയാവുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അത്രയും ബെസ്റ്റായിട്ട് ചെയ്യുക. അതായത് ഇനി ഒരു അവസരം ഇല്ല. പക്ഷെ ആ മനുഷ്യന്റെ സ്റ്റേജ് ഷോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ ലോക്ക് ചെയ്യാൻ പോകുന്ന അജു വർഗീസിന്റെ ഇതിനൊരു പാസ്വേഡ് സജസ്റ്റ് ചെയ്യണം. സ്വന്തം സിനിമ ലൈഫിനെ കണക്ട് ചെയ്തുകൊണ്ടൊരു പാസ്വേഡ്, അല്ലെങ്കിൽ സ്വന്തം മോട്ടോ എന്തുവാ? മലർവാടി ആർട്സ് ക്ലബ്.